ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാഫ് പേസ് അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രോയിങ്സ് ഒക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമാൻഡ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാണ് ഓഫ്സെറ്റ്, രണ്ടാമതാണ് എക്സ്റ്റെൻഡ്, മൂന്നാമതാണ് ട്രിം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടോ അതെല്ലാം നോക്കാം. ഇതൊരു ബിഗിനർ ലെവൽ വീഡിയോസാണ്. ഓക്കെ, അപ്പം നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം ബിഗിനേഴ്സിന് വേണ്ടിയുള്ള വീഡിയോസാണ്. അപ്പം ഇൻ കേസ് അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് ഇത് കണ്ടാൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അത് ഞാൻ യൂണിറ്റ് സെറ്റ് ചെയ്യാൻ പോവുക. ഓൾറെഡി നമുക്കറിയാം യൂണിറ്റ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. എന്താണ് ഷോർട്ട് കീ? UN. ഓക്കെ, അപ്പോൾ നമുക്കത് ടൈപ്പ് ചെയ്യാം, UN എൻ്റർ. UN എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് ഡയലോഗ് ബോക്സ് വരും. അപ്പോൾ ഞാനിവിടെ ഡെസിമൽ തന്നെ എടുക്കുകയാണ്, പ്രിസിഷൻ 0 എടുക്കുകയാണ്. ഇവിടെ ഞാൻ നമ്മുടെ യൂണിറ്റ് ടു സ്കെയിൽ അതിൽ ഞാൻ സെൻറ്റിമീറ്റർ എടുക്കുക. ഓക്കെ, എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ലൈൻ വരയ്ക്കാം. ലൈൻ്റെ ഷോർട്ട് കീ എന്തായിരുന്നു? L എൻ്റർ. ഇനി ഒരിക്കൊരു 100 സെൻറ്റിമീറ്ററാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഡയറക്ഷൻ കാണിച്ചു, എന്നിട്ട് 100 സെൻറ്റിമീറ്റർ വാല്യൂ ക്ലിക്ക് ചെയ്തു, എസ്കേപ്പ് അടിച്ചു. ഇനി ഞാൻ എന്താണ് ചെയ്യുന്നത്? ഇതിനെ സൂം ചെയ്യുകയാണ്. ഓക്കെ, ഇനി എനിക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ഒരു ഗ്യാപ്പിൽ ഫോർ എക്സാമ്പിൾ എനിക്കൊരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. ഓക്കെ, ആക്ച്വലി എൻ്റെ റെക്റ്റാങ്കിൾ അല്ല എൻ്റെ എയിം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഡയറക്ഷൻ താഴോട്ട് കൊടുത്ത് 10 കൊടുത്തു, 10 സെൻറ്റിമീറ്റർ. ഓക്കെ, എന്നിട്ട് എൻ്റെ എയിം എന്ന് പറയുന്നത് ഈ ലൈൻ വരയ്ക്കുന്നതാണ്. ഇപ്പം ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്ന 100 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കുന്നതാണ് എൻ്റെ എയിം. ഓക്കെ, ആക്ച്വലി അതായിരുന്നു വരയ്ക്കേണ്ടത്. പക്ഷെ നമുക്ക് അതിൻ്റെ രീതി അല്ലെങ്കിൽ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കണമെങ്കിൽ നമുക്ക് ഈ രീതിയിലേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഈ ലൈൻ വരയ്ക്കണം, പിന്നെ ഈ ലൈൻ വരയ്ക്കണം, പിന്നെ ഈ ലൈൻ വരയ്ക്കണം, പിന്നെ ഇതിനെ ക്ലോസ് ചെയ്യണം. ഓക്കെ, അപ്പം എന്നിട്ട് നമുക്ക് നമ്മുടെ ലൈൻ വരച്ച് കഴിഞ്ഞിട്ട് ഇതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതാണ് ആക്ച്വലി ഓഫ്സെറ്റ്. ഓഫ്സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തെങ്കിലും ഒരു പാരാമീറ്റർ അല്ലെങ്കിൽ ഒരു ലൈനിൽ നിന്ന് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം. ചിലപ്പോൾ ഫിക്സഡ് ആയിരിക്കും, ചിലപ്പോൾ ഫിക്സഡ് അല്ലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസിൽ നമുക്ക് ലൈൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ലോങ് വഴിയേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇൻ കേസ് ഓഫ്സെറ്റ് അറിയത്തില്ലെങ്കിൽ. പക്ഷേ ഓഫ്സെറ്റ് അറിയാമെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്യണം. നമ്മൾ ഒന്നെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമുക്കറിയാം മോഡിഫൈയിൽ ഇതാണ് നമ്മുടെ ഓഫ്സെറ്റ്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇതിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യണം. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓഫ്സെറ്റിൻ്റെ ഓപ്ഷൻ ആക്ടിവേറ്റ് ആവും. ഓക്കെ, അതല്ല ഇപ്പോൾ ഞാനതിനെ ഷോർട്ട് കീ യൂസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? O എൻ്റർ ചെയ്തു. എന്നിട്ട് സ്പെസിഫൈ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ്, അതായത് നിങ്ങൾക്ക് എത്ര ഡിസ്റ്റൻസിലാണ് വേണ്ടത് ഓഫ്സെറ്റ്, അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസിലായിരുന്നു ഇതേപോലത്തെ അടുത്ത ലൈൻ വരയ്ക്കേണ്ടത്, അതാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വാല്യൂ അടിക്കുകയാണ്, 10 അടിക്കുകയാണ്. 10 എൻ്റർ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? നമ്മുടെ സോഴ്സ് ഒബ്ജക്റ്റ് സെലക്ട് ദ ഒബ്ജക്റ്റ് ടു ഓഫ്സെറ്റ്, ഏത് ഒബ്ജക്റ്റാണോ ഓഫ്സെറ്റ് ചെയ്യേണ്ടത് അതിനെ സെലക്ട് ചെയ്യുക. അതിനെ സെലക്ട് ചെയ്തു. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്? എന്നിട്ട് ഡയറക്ഷൻ കൊടുക്കണം. ഒന്നെങ്കിൽ താഴോട്ടാണോ മേളിലോട്ടാണോ നിങ്ങൾക്ക് വരയ്ക്കേണ്ടത്, ഡയറക്ഷൻ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? താഴോട്ട് ഡയറക്ഷൻ ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലൈൻ കോപ്പിയായി ഒരു 10 ഡിസ്റ്റൻസിൽ കോപ്പിയായി പേസ്റ്റായി കിട്ടി നമുക്ക്. അഗെയിൻ പിന്നും വരയ്ക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? പിന്നും ഇതിനകത്ത് ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് ഡയറക്ഷൻ കൊടുക്കണം. പിന്നും ക്ലിക്ക് ചെയ്യണം, ഡയറക്ഷൻ കൊടുക്കണം. പിന്നും ക്ലിക്ക് ചെയ്യണം, ഡയറക്ഷൻ കൊടുക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ n നമ്പർ ഓഫ് ലൈൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. നമ്മുടെ പോസിബിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ 10 എന്ന വാല്യൂ ആണ് ഇനി അങ്ങോട്ട് ഒരു 100 ടൈംസ് അല്ലെങ്കിൽ 10 ടൈംസ് അതേ രീതിയിൽ വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്പിൾ ഓപ്ഷൻ യൂസ് ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഇനി കോപ്പി ചെയ്യേണ്ടത് നമ്മൾ ഈ ലൈൻ ഇതാണ് നമുക്ക് 10 പ്രാവശ്യം കോപ്പി ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ ക്ലിക്ക് ചെയ്യും, എന്നിട്ട് ഡയറക്ഷൻ കൊടുക്കും. ഡയറക്ഷൻ കൊടുക്കുമ്പോൾ ഇനി ക്ലിക്ക് ചെയ്യാൻ പാടില്ല. താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അല്ലേ. അപ്പോൾ മൾട്ടിപ്പിളിൻ്റെ കീ എന്താണ്? M ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. താഴെ കാണുന്ന പാരാമീറ്റേഴ്സ് എക്സിറ്റ് ആയാലും മൾട്ടിപ്പിൾ ആയാലും അണ്ടു ആണെങ്കിൽ അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് എക്സിറ്റിൻ്റെ E, മൾട്ടിപ്പിളിൻ്റെ M, അണ്ടുവിൻ്റെ U ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ M അടിച്ചു, എൻ്റർ അടിച്ചു. ഇപ്പോൾ മൾട്ടിപ്പിൾ കീ നമ്മുടെ ആക്ടിവേറ്റ് ആയി. ഇനി നമുക്കത് വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ ഡയറക്ഷൻ കൊടുക്കുക, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഓഫ്സെറ്റ് എന്താണെന്നോ വാല്യൂ അത് വരച്ചുകൊണ്ടേ ഇരിക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു റീഡിംഗ് കൂടെ കാണുന്നുണ്ട്, 130. അത് നമ്മുടെ സോഴ്സിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ആണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്ര ലൈൻസ് വേണമെങ്കിലും നമുക്ക് അതിനകത്ത് വരയ്ക്കാൻ പറ്റും.
സിമ്പിളാണ് അല്ലേ. ഓക്കെ, ഇനി ഞാൻ എസ്കേപ്പ് പ്രസ് ചെയ്തു. അഗെയിൻ നമുക്ക് ഓഫ്സെറ്റിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് ഓ ഡബിൾ എൻറ്റർ, 2 പ്രാവശ്യം എൻറ്റർ അമർത്തണം. എന്നിട്ട് നമുക്ക് നോക്കാം എന്താവുമെന്ന്. അപ്പം അഗെയിൻ ഞാൻ ഇതിൻ്റെ മേളിലോട്ട് വരയ്ക്കുക. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്തു, ഓഫ്സെറ്റ് മേളിലോട്ട് കൊടുത്തു. അതായത് ഡബിൾ എൻറ്റർ എന്ന് പറയുമ്പോൾ ആദ്യം ഒരു എൻറ്റർ അടിക്കുമ്പോൾ അത് എന്താണ് നമ്മൾ വാല്യൂ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത് അത് ബൈ ഡിഫോൾട്ട് എടുക്കും. ഇനി നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും, മനസ്സിലായി. അപ്പം ഇപ്പം നമ്മുടെ ഓഫ്സെറ്റ് ആക്ടിവേറ്റ് ആണ്. ഇനി നമുക്ക് മൾട്ടിപ്പിൾ വരയ്ക്കണം. അഗെയിൻ എന്ത് ചെയ്യണം, ഇങ്ങനെ ഡയറക്ഷൻ കൊടുക്കണം, എം അടിക്കണം, എൻറ്റർ അടിക്കണം. എന്നിട്ട് നമുക്ക് മേളിലോട്ട് വരയ്ക്കണം. ഇൻ കേസ് നമുക്ക് ഇത് മേളിലോട്ടാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓ ഡബിൾ എൻറ്റർ, ഡയറക്ഷൻ ഒബ്ജക്റ്റിനെ ക്ലിക്ക് ചെയ്തു, ഡയറക്ഷൻ കൊടുത്തു. ഡയറക്ഷൻ കൊടുക്കുന്നതിന് മുന്നേ എം അടിക്കും, എം എൻറ്റർ. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ഇങ്ങനെ ജസ്റ്റ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ആ സോഴ്സിൽ നിന്ന് ഡിസ്റ്റൻസും കാണും. പിന്നെ ഇൻ കേസ് ഇൻക്രീസ് ഇൻ 10 യൂണിറ്റ് 10 സെൻറ്റിമീറ്ററിലാണ് ഇൻക്രീസ് ആവുന്നത്, അതും നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഓഫ്സെറ്റിന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പാരാമീറ്റർ. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് അഗെയിൻ ഞാൻ ഓഫ്സെറ്റ് എടുക്കുകയാണ്, ഓ എൻറ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഈ കർസറിൻ്റെ കൂടെ തന്നെ 10 എന്ന ഒരു വാല്യൂ നമ്മളിപ്പോൾ കൊടുത്ത ബൈ ഡിഫോൾട്ട് അല്ല 10 ആണ് വാല്യൂ. ഓക്കെ, അത് ആക്ടിവേറ്റ് ആണ്. അത് നമ്മൾ ഇൻ കേസ് മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാനും പറ്റും. അതെങ്ങനെയാണ് നമുക്ക് കാണിച്ചു തരാം. ഓ എൻറ്റർ ചെയ്തു, എന്നിട്ട് നമുക്ക് ഓഫ്സെറ്റ് ഇൻ കേസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓ ഡബിൾ എൻറ്റർ ചെയ്യുകയാണ്. ഡബിൾ എൻറ്റർ ചെയ്തു, എന്നിട്ട് ഞാൻ ഈ ഓഫ്സെറ്റിനെ ക്ലിക്ക് ചെയ്തു. ഇങ്ങനെ കാണിക്കുമ്പോൾ ഇവിടെ 10 എന്ന ഓപ്ഷനാണ്. അപ്പം ഈ സമയത്ത് തന്നെ നമുക്ക് ഇൻ കേസ് 20 അടിച്ചു കൊടുത്താൽ അത് 20 ഡിസ്റ്റൻസിൽ ഓഫ്സെറ്റ് ആവത്തുള്ളൂ. പക്ഷേ നെക്സ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അത് ബൈ ഡിഫോൾട്ട് ഓഫ്സെറ്റ് നമ്മൾ എന്താണോ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് പ്ലാനൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് ഈ ഒരു പാരാമീറ്റർ. നമ്മുടെ വാൾ തിക്നെസ് നമ്മുടെ സെയിം തന്നെ വെക്കാം. അതല്ല നമുക്കിപ്പം റൂം വരയ്ക്കണം, അപ്പോൾ ആ പാരാമീറ്റർ മാത്രം അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അത് നമ്മൾ പ്ലാനൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇൻ കേസ് ഇവിടെ എനിക്ക് 50 അടിക്കണം, 50 അടിക്കുക, എൻറ്റർ അടിക്കുക. ഓക്കെ, ഇപ്പോൾ എനിക്ക് 50 ആണ് അടിക്കേണ്ടത്, 50 എൻറ്റർ. ഓക്കെ, ഓ ഡബിൾ ഓ എൻറ്റർ 50ൻ്റെ വാല്യൂ എൻറ്റർ. ഇവിടെ ക്ലിക്ക് ചെയ്തു, കണ്ടോ 50 എന്ന പാരാമീറ്ററിൽ അഗെയിൻ അത് ഓൾറെഡി വരയ്ക്കുന്നുണ്ടായിരുന്നു മേളിലോട്ട്. ഓക്കെ, അപ്പം ഓ എൻറ്റർ 50 ബൈ ഡിഫോൾട്ട് ആക്ടിവേറ്റ് ആയി. ഓക്കെ, ഇപ്പോൾ എനിക്ക് ബൈ ഡിഫോൾട്ട് ആക്ടിവേറ്റ് ആവുന്ന കീ എന്താണ്, 50 ആണ്. ഓ എൻറ്റർ ചെയ്യുമ്പോൾ 50 എന്ന കീ 50 എന്ന് മാറ്റി 10 ആക്കണം. 10 എൻറ്റർ ചെയ്തു, എന്നിട്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്തു, ഇങ്ങനെ ആക്കി. ഇനി എനിക്ക് ഇപ്പോൾ 20 അടിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ 20 അടിക്കുമ്പോൾ 20 ഡിസ്റ്റൻസിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും, മനസ്സിലാവും. പക്ഷേ ഇനി വരുന്നതിൽ 10 എന്നേ വരത്തുള്ളൂ. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് നമ്മൾ ഓഫ്സെറ്റ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ ലൈൻ്റെ കാണിച്ചത്, അതേപോലെ നമുക്ക് സർക്കിളോ റെക്റ്റാങ്കിളോ എന്ത് വേണോ എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ സർക്കിൾ ഓൾറെഡി വരയ്ക്കാം, ഒന്നുകൂടെ വരയ്ക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തു, നമ്മുടെ ഒരു റേഡിയസ് ഒരു 25 കൊടുത്തു, എൻറ്റർ അടിച്ചു, ഓ എൻറ്റർ. ഇനി ഒരു ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ചോദിക്കും, അപ്പോൾ ഞാൻ 10 അടിക്കുക, 10 അടിച്ചു, ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇനി എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും, മനസ്സിലായി. അപ്പോൾ പുറത്തുള്ള ഡിസ്റ്റൻസിൽ ഈസി ആയിട്ട് അത് വരയ്ക്കും അല്ലേ, കാണുന്നുള്ളത് സിമ്പിളാണ്, ഒന്നുമില്ല. ഓക്കെ, ഇനി എനിക്കിത് മൾട്ടിപ്പിൾ ടൈം വരയ്ക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ ക്ലിക്ക് ചെയ്യണം, ഇവിടെ ക്ലിക്ക് ചെയ്യണം, എം ക്ലിക്ക് ചെയ്യണം, താഴെ കാണുന്ന മൾട്ടിപ്പിൾ എം ക്ലിക്ക് ചെയ്യുമ്പോൾ എൻറ്റർ അടിക്കണം. എന്നിട്ട് ലെഫ്റ്റ് ക്ലിക്ക് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി, എത്ര വലിയ സർക്കിൾ വേണമെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. കണ്ടോ, ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഓഫ്സെറ്റ് ഒറിജിനിൽ നിന്ന് ഡിസ്റ്റൻസും കാണുന്നുണ്ട്. അതേപോലെ എല്ലാം ഒന്നൊന്നായിട്ട് എക്സ്റ്റെൻഡ് ആവുന്നത് 10 പാരാമീറ്റർ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് അങ്ങനെയും വരയ്ക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ റെക്റ്റാങ്കിൾ വരയ്ക്കണമെങ്കിൽ അതും നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഓ എൻറ്റർ. ഇപ്പോൾ 10 ആണ് ഓഫ്സെറ്റ് എങ്കിൽ എൻറ്റർ ചെയ്യണം, എന്നിട്ട് സെലക്ട് ചെയ്യണം. അകത്തോട്ടാണെങ്കിൽ അകത്തോട്ട് 10 ആണ്. ഇപ്പോൾ എനിക്ക് അകത്തോട്ട് 20 വരയ്ക്കണം, 20 എൻറ്റർ ചെയ്യണം, വരയ്ക്കാം. ഇനി അകത്തോട്ട് എനിക്ക് വരയ്ക്കേണ്ടത് 30 ആണ്, 30 എൻറ്റർ ചെയ്യും, വരയ്ക്കാം. ഇനി അകത്തോട്ട് എനിക്ക് വരയ്ക്കേണ്ടത് പിന്നും 10 ആണ്, 10 എൻറ്റർ ചെയ്ത് വരയ്ക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മോഡിഫൈ ചെയ്ത് വരയ്ക്കാം. ഓക്കെ, പുറത്തോട്ട് എനിക്ക് വരയ്ക്കേണ്ടത് 50 ആണ്, 50 എൻറ്റർ ചെയ്ത് വരയ്ക്കാം, മനസ്സിലായി. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് മോഡിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് മൾട്ടിപ്പിൾ ആണ് വരയ്ക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യണം, എം എൻറ്റർ ചെയ്യണം, എന്നിട്ട് നമ്മൾ ജസ്റ്റ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി, നമ്മുടെ മൾട്ടിപ്പിൾ കീ ആക്ടിവേറ്റ് ആയി. അപ്പോൾ നമുക്ക് ഇങ്ങനെ n നമ്പർ എത്ര വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള പാരാമീറ്ററാണ് ഓഫ്സെറ്റിൻ്റേത്. ഓക്കെ,
അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇത് സിമ്പിളായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കും. അപ്പോൾ ഓഫ്സെറ്റ് നമ്മൾ ഏകദേശം എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നമ്മുടെ നെക്സ്റ്റ് പാരാമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് പാരാമീറ്റർ ആണ് നമ്മുടെ ട്രിം അതേപോലെ എക്സ്റ്റെൻഡ്. ഓക്കെ, ഞാൻ ഇവിടെ ഒന്നുകൂടെ ഞാൻ ട്രിം ചെയ്യാൻ വേണ്ടി ഈ ലൈനിനെ ഒന്നുകൂടെ ജോയിൻ ചെയ്യുകയാണ്. എൽ എൻ്റർ ചെയ്തു, ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു, താഴോട്ട് ഞാൻ ഡയറക്ഷൻ കാണിച്ചു കൊടുത്തു, എന്നിട്ട് ഞാൻ ഇതിനെ വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ വരച്ചു. എന്നിട്ട് ഇനി ഞാൻ ഇതിൻ്റെ ഓഫ്സെറ്റ് ചെയ്യാൻ പോകും. ഓഫ്സെറ്റ് ഞാൻ മൾട്ടിപ്പിൾ ഓഫ്സെറ്റ് എടുക്കാൻ പോകുക. ഓ എൻ്റർ എൻ്റർ. അപ്പോൾ ബൈ ഡിഫോൾട്ട് എന്താണോ അതിൻ്റെ വാല്യൂ, ഓഫ്സെറ്റിൻ്റെ വാല്യൂ നമ്മളിപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം ബൈ ഡിഫോൾട്ടായിട്ട് നമുക്കിങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനുള്ള വാല്യൂ നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്യാനും പറ്റും. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ലൈൻ എൽ എൻ്റർ ഞാനിപ്പം ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ഫോർ എക്സാമ്പിൾ 10 100 കൊടുത്തു, എൻ്റർ കൊടുത്തു. ഇനി എനിക്ക് വേണ്ടത് ഇതിനെ ഒരു അൺനോൺ ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ എനിക്ക് ഓഫ്സെറ്റ് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഓ എൻ്റർ. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടം വരെയാണെന്ന് സെറ്റ് ചെയ്യണം. ഇവിടെ നിന്ന് എനിക്ക് വേണ്ടത് ഫോർ എക്സാമ്പിൾ ഇവിടം വരെയാണ് ഓഫ്സെറ്റ്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് എന്നിട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യും. അതായത് ഇവിടം വരെ ഓഫ്സെറ്റ് അത് എടുക്കും. മനസ്സിലായി? പിന്നെ അങ്ങോട്ട് ആ ഡിസ്റ്റൻസ് ബൈ ഡിഫോൾട്ട് എത്രയാണോ ഞാൻ സെലക്ട് ചെയ്തത് ആ ഡിസ്റ്റൻസ് ബൈ ഡിഫോൾട്ടായിട്ട് അത് സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അതൊന്നും കാണിച്ചു തരാം. എൽ എൻ്റർ, ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുവാണ്. ഓക്കെ, ഇങ്ങനെ ഡയറക്ഷൻ കൊടുത്തു, ഇങ്ങനെ വരച്ചു. ഇനി ഞാൻ എന്താണ് ഓഫ്സെറ്റ് അടിച്ചു. ഓ എൻ്റർ. എനിക്ക് ഇവിടെ നിന്ന് വേണ്ടത് ഇത്രയും ഡിസ്റ്റൻസിലാണ് ഓഫ്സെറ്റ് വരയ്ക്കേണ്ടത്. അപ്പോൾ ക്ലിക്ക് ചെയ്തു. അപ്പം ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, അപ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് ആ ലൊക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു പാരാമീറ്റർ എടുക്കും. അഗെയിൻ നമുക്ക് മൾട്ടിപ്പിൾ ആക്കണമെങ്കിൽ എം എൻ്റർ, പിന്നെ ഇങ്ങനെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ആ ഡിസ്റ്റൻസ് ആയിട്ട് അത് ബൈ ഡിഫോൾട്ടായിട്ട് എടുത്തോളും. ഓക്കെ, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പാരാമീറ്റർ. ഇതായിരുന്നു ഓഫ്സെറ്റ് ബേസിക്കായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ. ഓക്കെ, അതേപോലെ ഇവിടെ നിന്ന് നമുക്ക് ഓഫ്സെറ്റ് എടുക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് പാരാമീറ്ററാണ് നമ്മുടെ ട്രിം. ഓക്കെ, ട്രിം എല്ലാവരും കേട്ട് കാണും അല്ലേ? അപ്പോൾ ട്രിം നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഷോർട്ട് കീ ആയിട്ട് TR അടിക്കണം, എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യണം. ആദ്യം സിംഗിൾ ട്രിമ്മിനെ നമുക്ക് നോക്കാം. ഓക്കെ, TR എൻ്റർ അടിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു ബൗണ്ടറി സെലക്ട് ചെയ്യണം. ഇതാണ് ഇപ്പോൾ ഞാൻ ബൗണ്ടറി സെലക്ട് ചെയ്യുന്ന പാരാമീറ്റർ. ഓക്കെ, ഇത് ബൗണ്ടറി സെലക്ട് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റർ പ്രസ് ചെയ്യും. ഓക്കെ, എൻ്റർ പ്രസ് ചെയ്യും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഏത് ലൈനാണോ എനിക്ക് അൺവാണ്ടഡ് അത് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഏത് ലൈനാണോ ഞാൻ സെലക്ട് ചെയ്യുന്നത് അത് ഫുൾ അങ്ങ് ഡിലീറ്റ് ആകും. മേ ബി ഇതായിരിക്കും, അല്ലെങ്കിൽ ഇതായിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ ഒരു ഡയറക്ഷൻ സെലക്ട് ചെയ്യുവാണെങ്കിൽ ആ ഡയറക്ഷൻ മാത്രമേ ട്രിം ആവത്തുള്ളൂ. അത് ഫുള്ള് ഈ സൈഡ് ഫുള്ള് ട്രിം ആവും. ഇൻ കേസ് ഈ സൈഡ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ സൈഡ് മാത്രമേ ട്രിം ആവത്തുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പോൾ എനിക്കിപ്പം ട്രിം ചെയ്യേണ്ടത് ഈ പാരാമീറ്റർ അല്ലെങ്കിൽ ഇത്രയും ലൈൻസ് എനിക്ക് ട്രിം ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ക്ലിക്ക് ചെയ്യും, എന്നിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ നമ്മുടെ ഡ്രാഗ് ഞാൻ ഇങ്ങനെ ചെയ്യും. അപ്പോൾ നമുക്ക് എന്താണ് ഇത് ബൗണ്ടറി ആയിട്ട് സെലക്ട് ചെയ്തു. ഇത് കണക്ട് ചെയ്യുന്ന ബാക്കി എല്ലാ ലൈനും ഡിലീറ്റ് ആകും. അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട പാരാമീറ്റർ. ഓക്കെ ആണല്ലോ? അപ്പോൾ കൺട്രോൾ സെറ്റ് ഞാൻ അമർത്തുവാണ്. ഓക്കെ, ഇനി ഞാൻ ട്രിം ഡബിൾ എൻ്ററിൻ്റെ വാല്യൂ കൂടെ കാണിച്ചു തരാം. TR ഡബിൾ എൻ്റർ. ഓക്കെ, ഡബിൾ എൻ്റർ ചെയ്യുമ്പോൾ എന്താണാവുന്നത്? ഇനി എനിക്ക് ഡയറക്റ്റായിട്ട് ട്രിം ചെയ്യാൻ പറ്റും. ഇൻ കേസ് എനിക്ക് ഈ ലൈനിൻ്റെ ഫുൾ ഇത് മാത്രം ട്രിം ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ ചെയ്യും. ഇൻ കേസ് ഇത് മാത്രം ട്രിം ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യും. ഓക്കെ, ഇത് മാത്രം ട്രിം ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യും. എനിക്കിപ്പം ഇൻ കേസ് ഈ ലൈനിൻ്റെ ഫുൾ പാരാമീറ്റർ ട്രിം ചെയ്യണം. അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ട്രിം ചെയ്യാൻ പറ്റും. എനിക്ക് ഇൻ കേസ് ഇത് ഫുള്ള് ഇങ്ങനെ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം. അപ്പം ട്രിമ്മിൽ എപ്പോഴും ആക്ടിവേറ്റ് ആവുന്നത് എപ്പോഴും ഇൻ്റർസെക്ഷനിലാണെന്ന് ഓർക്കണം. ഇൻ കേസ് എനിക്ക് ഇത് ട്രിം ചെയ്യണമെങ്കിൽ അതെനിക്ക് ട്രിം ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഇവിടെ ഇൻ്റർസെക്ഷനിൽ ഒന്നുമേ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് എനിക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് സെലക്ട് ചെയ്യണം. ഒന്നെങ്കിൽ ഡിലീറ്റ് പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ ഇറേസ്. ഇവിടെ കാണാൻ പറ്റും ഇറേസ്. ഇതിൽ ക്ലിക്ക് ചെയ്യണം. മനസ്സിലായല്ലോ? അങ്ങനെ നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു പാരാമീറ്റേഴ്സ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നെങ്കിൽ ഡിലീറ്റ് പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ ഇറേസ് ചെയ്യണം, എൻ്റർ ചെയ്യണം. അങ്ങനെ മാത്രമേ നമുക്ക് ട്രിം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ട്രിമ്മിൻ്റെ വാല്യൂ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ സിംഗിൾ ട്രിമ്മിൻ്റെ കാണിച്ചു തരാം. TR എൻ്റർ, ഒബ്ജക്റ്റ് ഏതാണോ നമ്മുടെ ടാർഗറ്റ് അത് ഞാൻ സെലക്ട് ചെയ്തു. ഇനി ഏത് സൈഡാണോ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്? TR എൻ്റർ, ടാർഗറ്റ് സെലക്ട് ചെയ്തു, എന്നിട്ട് എൻ്റർ അടിച്ചു. ഇനി നമുക്ക് ഏത് ലൈനാണോ എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ബൗണ്ടറിയാണ്. ഇത് കണക്ട് ചെയ്യുന്ന
ലൈനിൻ്റെ അറ്റം വരെ എവിടം വരെ ഉണ്ടോ ലൈൻ അത് ഫുള്ളങ്ങ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ട്രിമ്മിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പം ബിഗിനർ ലെവലിൽ നിങ്ങൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, TR അത് മാത്രമാണ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ബിക്കോസ് അത് എളുപ്പമാണ്. നമുക്ക് ആവശ്യമില്ലാത്തത് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആവശ്യമില്ലാത്തത് ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നിങ്ങൾ ഇപ്പോൾ ഇനീഷ്യൽ ലെവലിൽ ഇത് മാത്രം യൂസ് ചെയ്താൽ മതി. ഓക്കെ, അതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. പിന്നെ പതുക്കെ നിങ്ങൾ മറ്റേ ട്രിമ്മും ആക്ടിവേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലാകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിമ്മിൻ്റെ മാക്സിമം ആയിട്ടുള്ള കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്റ്റെൻഡ് ആണ്. ഓക്കെ, അപ്പോൾ എക്സ്റ്റെൻഡ് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് EX എൻ്റർ. അപ്പോൾ ട്രിമ്മിനെ പോലെ തന്നെ നമ്മുടെ EX സിംഗിൾ എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ബൗണ്ടറി ആദ്യം സെലക്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ ടാർഗറ്റ് അല്ലെങ്കിൽ ബൗണ്ടറി. ഇനി ഏത് ലൈനാണോ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് അതിന് മുന്നേ നിങ്ങൾ എൻ്റർ അടിക്കണം. ഓക്കെ, എൻ്റർ അടിച്ചിട്ട് ഏത് ലൈനാണോ എക്സ്റ്റെൻഡ് ചെയ്തത് അത് സെലക്ട് ചെയ്യണം. ഓക്കെ, ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. എസ്കേപ്പ് അടിച്ചു, EX എൻ്റർ. നമ്മൾ ബൗണ്ടറി സെലക്ട് ചെയ്യണം. ഓക്കെ, ബൗണ്ടറി സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. ഇനി ഏത് ലൈനാണ് എക്സ്റ്റെൻഡ് ചെയ്തത് അവിടെ ക്ലിക്ക് ചെയ്തു, ഏത് ലൈനാണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്തു. മനസ്സിലായി? അപ്പം ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റും ആവശ്യമുള്ള പാരാമീറ്റർ. കണ്ടോ? അപ്പോൾ എല്ലാ ലൈൻസും നമുക്ക് ഇങ്ങനെ കണക്ട്, നമ്മുടെ ബൗണ്ടറി സെലക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഏത് ലൈനാണ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തത് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ EX ഡബിൾ എൻ്റർ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ബിക്കോസ് ഇതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. EX ഡബിൾ എൻ്റർ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്താണാവുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് കണ്ടോ? അപ്പോൾ ഞാൻ ഇത് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ മേളിൽ കൊണ്ട് ഇങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് ക്ലിക്ക് ചെയ്യണം, അപ്പോൾ എക്സ്റ്റെൻഡ് ആവും. പിന്നും ഇത് ഏതാണോ എൻഡ് അവിടെ ക്ലിക്ക് ചെയ്യണം. ഇത് എൻഡ്, ഇതാണ് എൻഡ്, ഇവിടെ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ നമ്മുടെ എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക്, ഇതിനെ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ, ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ, ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ. ഓക്കെ, ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഇത് എക്സ്റ്റെൻഡ് ആവത്തില്ല, ബിക്കോസ് ഇതിൻ്റെ സൈഡിൽ വേറെ ഒന്നും പാരാമീറ്ററും ഇല്ല. അപ്പോൾ അതങ്ങനെ എക്സ്റ്റെൻഡ് ആവത്തില്ല. ഇതാണ് എക്സ്റ്റെൻഡിൻ്റെ പാരാമീറ്റർ. ഓക്കെ, ഇൻ കേസ് നിങ്ങളുടെ എക്സ്റ്റെൻഡ് ഇപ്പോൾ ആക്ടിവേറ്റ് ആണ്. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഞാൻ ഷിഫ്റ്റ് ബട്ടൺ അമർത്തുമ്പോൾ അത് ട്രിമ്പ് പോലെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? എക്സ്റ്റെൻഡ് ഇൻ കേസ് ആക്റ്റീവ് ആണ്, അത് ഞാൻ ഷിഫ്റ്റും കൂടെ പ്രസ് ചെയ്യുമ്പോൾ അത് ട്രിമ്മ് പോലെ ആയിരിക്കും ആക്ടിവേറ്റ് ആവുന്നത്. ഞാനിപ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ മൗസിൻ്റെ യൂസ് ചെയ്യുവാണ്. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് ഇപ്പോഴാവുന്നത്? ട്രിമ്മാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ മൗസിന് പിന്നും കൈയെടുത്ത് ഇനി ഞാൻ ചെയ്യുവാണെങ്കിൽ എന്താണാവുന്നത്? ഇപ്പം എക്സ്റ്റെൻഡ് ആവും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ എക്സ്റ്റെൻഡ് ആവുന്നുണ്ട്. ഇനി അഗെയിൻ എനിക്ക് ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്യണം. ഷിഫ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ഉടനെ ഇത് ട്രിം ആവും. മനസ്സിലാവും? മാജിക് പോലെയാണ്. ഇപ്പം ഞാൻ ഷിഫ്റ്റിൽ നിന്ന് കൈ എടുത്തപ്പോൾ ഇത് പിന്നും എക്സ്റ്റെൻഡ് ആകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സിമ്പിളായിട്ടുള്ള പാരാമീറ്ററാണ്. അതേപോലെയാണ് നമ്മുടെ തിരിച്ചും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ട്രിം ആക്ടിവേറ്റ് ആണ്, TR ഡബിൾ എൻ്റർ ആക്ടിവേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ ട്രിം ചെയ്യണം. ഞാൻ ട്രിം ചെയ്തുകൊണ്ടിരിക്കുക, ഏതൊക്കെ ആവശ്യമില്ലാതെ ട്രിം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, അയ്യോ ഇത് ട്രിം ചെയ്യേണ്ടായിരുന്നല്ലോ, എക്സ്റ്റെൻഡ് ആയിരുന്നല്ലോ ചെയ്യേണ്ടത്, ഇതെനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ട. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഷിഫ്റ്റ് പ്രസ് ചെയ്യും. ഓക്കെ, ഷിഫ്റ്റ് പ്രസ് ചെയ്യും. പിന്നെ നമുക്ക് ഏതാണോ ഡിലീറ്റ് ചെയ്തത് അത് ഞാൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും. മനസ്സിലാവും? അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ആവശ്യമുള്ള പാരാമീറ്റർ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ട്രിമ്മാണ് ആക്ടിവേറ്റെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ ഡബിൾ എൻ്റർ യൂസ് ചെയ്തിട്ട് എന്താണോ പാരാമീറ്റർ നമുക്ക് ഈസി ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ എക്സ്റ്റൻഷനാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ എൻഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ചും നമുക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാം ആക്ടിവേറ്റ് ആകും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മൾ നോക്കിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഓഫ്സെറ്റിൻ്റെ ക്ലാസ്. ഓഫ്സെറ്റ് നമ്മൾ ജനറലി ഡബിൾ എൻ്റർ യൂസ് ചെയ്താൽ മതി. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പം. ഓക്കെ, ബിഗിനർ ലെവലിൽ. ഓക്കെ, പിന്നെ സിറ്റുവേഷൻ അനുസരിച്ച് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് നമുക്ക് അതും യൂസ് ചെയ്യാൻ അറിയാം. ഓക്കെ, സിംഗിൾ എൻ്ററിൻ്റെ യൂസ് എന്താണ്? സിംഗിൾ എൻ്ററിൽ നമുക്ക് വാല്യൂ എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ മൾട്ടിപ്പിൾ ഓഫ്സെറ്റ്, അതേപോലെ റാൻഡം ഓഫ്സെറ്റ്, അത് നമ്മൾ നോക്കി. പിന്നെ എക്സ്റ്റെൻഡ് ഡബിൾ എൻ്റർ ചെയ്താൽ മതി, നമുക്ക് എക്സ്റ്റെൻഡ് ആകും. നമ്മുടെ ലൈനിൻ്റെ എൻഡാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സിംഗിൾ എൻ്റർ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ബൗണ്ടറി
ബൗണ്ടറിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അതേപോലെ ട്രിമ്മും സിംഗിൾ ട്രിം ആണെങ്കിലും അങ്ങനെ ട്രിം എൻറ്റർ ചെയ്യുമ്പോഴും നമ്മുടെ ബൗണ്ടറി നമ്മൾ സെലക്ട് ചെയ്യണം. ബൗണ്ടറി സെലക്ട് ചെയ്യുന്നതനുസരിച്ചാണ് അത് ട്രിം ചെയ്യുന്നത്, നമ്മളിപ്പോൾ കണ്ടതുപോലെ. ഓക്കെ, അപ്പോൾ ജനറലി നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എക്സ്റ്റെൻഡ് ഡബിൾ എൻറ്റർ അതേപോലെ ട്രിം ഡബിൾ എൻറ്റർ യൂസ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഷിഫ്റ്റ് പ്രസ് ചെയ്യുകയാണ്, ട്രിം ആക്ടിവേറ്റ് ആണ്, ഷിഫ്റ്റ് പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് എക്സ്റ്റെൻഡ് ആയി മാറും. അതേപോലെ എക്സ്റ്റെൻഡ് ആക്ടിവേറ്റ് ആണ് നിങ്ങൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ അത് ട്രിം ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻ. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതേപോലെ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് എ ലോട്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.